ഡെലിവറൻസ് ഇൻ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, പണസംബന്ധമായ കാര്യങ്ങളിലുള്ള ബന്ധനം അഴിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ജോഷുവ 3:10 എടുത്തിട്ട് പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ ജോഷുവയെക്കൊണ്ട് 7 ശത്രുക്കളെ, കനാന്യർ, ഹിത്യർ, ഹിഫ്യർ, പെരിസ്യർ, ഗർഗസർ, ഇങ്ങനെ പലരെ 7 ശത്രുക്കളെ ഉന്മൂലനാശമാക്കാനായിട്ട് ചെയ്യിപ്പിക്കുന്ന കാണാം. അതൊക്കെ ഒരു സ്പിരിറ്റായിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണേണ്ടത്. അതേ ശത്രുവാണ് ഇപ്പോഴും ഉള്ളത്. വ്യക്തികളായിട്ട് പഴയ നിയമത്തിൽ നിഴലായിട്ട് ഇതെല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഈ ശത്രു ഇതിപ്പോൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് നമ്മൾ അറിയണമല്ലോ. ബിസിനസ്സിൽ പോകുന്നു, ഒരു കാരണത്തിൽ ബിസിനസ് ശരിയാകത്തില്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഹിഫിയർ സ്പിരിറ്റ്, പേടിപ്പിച്ചിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും, തന്നെ ഓരോ തരത്തിലുള്ള ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. ഒക്കെ ഈ ഭയത്തിൽ നിന്ന് വരുന്നു, ഉറക്കമില്ലായ്മ വരും. ഇതെല്ലാം സ്പിരിറ്റുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനൊക്കെ വേദപുസ്തകത്തിൽ ഉത്തരങ്ങളുണ്ട്. മൂന്നാമത് ഇന്ന് എടുക്കുന്നത് പണസംബന്ധമായ കാര്യങ്ങളിൽ, ഇറ്റ്സ് കോൾഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ പെരിസ്യറിൻ്റെ ദ പെരിസൈഡ്സ് സ്പിരിറ്റ്. അവർ വേലയില്ലാത്ത ജീവിതമാണ്, അവർക്ക് ആത്മസംയമനമില്ല. അവർ ചതിവിലും ഡിസെപ്ഷനിലും ദുഷ്ടതയും ചെയ്ത് കാശുണ്ടാക്കും. അവർ മറ്റുള്ളവരെ കളിയാക്കും. നമുക്ക് വേണ്ടാത്ത ജോലി ഏൽപ്പിച്ച് നമ്മളെ കൊണ്ട് ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് മാറ്റി നിർത്തും. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരാതിരിക്കാനായിട്ട് പെരിസ്ത്യ സ്പിരിറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്പിരിറ്റ് ഇപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൽ ജയമെടുത്തു കഴിഞ്ഞ് ഇതൊന്നും പറയണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെന്താ ചില കുടുംബങ്ങളിൽ രക്ഷ വരാത്തത്? ദാറ്റ് ഈസ് വൈ ഐ ഓൾവേസ് തിങ്ക് ദാറ്റ്. അതെന്താണ്? ക്രിസ്തുവിലെല്ലാം ഡെലിവറൻസ് കിട്ടിയെന്ന് ചില മതങ്ങൾ ചില ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യൻസ് നല്ലതാണ് വിശ്വാസം ഉള്ളത്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ചില ക്രിസ്ത്യൻസിൽ ഈ കഷ്ടം അങ്ങോട്ട് മാറാതെ ഈ പ്രശ്നം നിൽക്കുന്നത്? അപ്പം ഈ സ്പിരിറ്റുകൾ നമ്മൾ ആത്മീയ ഗോളത്തിൽ ലിബറേറ്റ് ചെയ്തവരാണ്, സ്വാതന്ത്ര്യം തന്നവരാണ്. ആത്മീക ഗോളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഓരോ ഏരിയയിൽ നമുക്ക് ജഡീകമായിട്ട് ചില പുള്ളിങ് ബാക്ക്, അതായത് നമ്മളെ വലിച്ചു പോയത്, അത് തലമുറയിൽ കൂടെ വന്നതായിരിക്കും. അതായത് കർത്താവിനോടുള്ള അവിശ്വാസം, ദൈവത്തിന് മുമ്പിൽ കാണുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആൾ മാറും. അതുപോലെ തന്നെ ദുരാത്മാവ് കയറിയിട്ട് ദൈവത്തിനെതിരായിട്ട് വ്യഭിചാരം ചെയ്യുന്നവർ കാണും. ഇതൊക്കെ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു? ജീവിത രീതി മാറുന്നു. ശരിയാ, ജീവിത രീതി മാറ്റുന്നത് എന്തുകൊണ്ട്? ബിക്കോസ് ശരിയായിട്ടുള്ള അറിയാൻ വയ്യാഞ്ഞിട്ട്. അപ്പോൾ ഇത് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 100 പേർക്കൊരു ഒരേപോലത്തെ പ്രോബ്ലമാണ്. വെള്ളം കയറി കുടുംബങ്ങൾ, വീടുകളില്ലാതാകുന്നു, റോഡില്ല. നമ്മൾ ഒരു കേസ് ആർഗ്യ ചെയ്തിട്ട് അതിൽ ജയം എടുത്തെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് കോമ്പൻസേഷൻ കിട്ടുന്നുള്ളൂ. ബാക്കി 99 പേർക്ക് കിട്ടുന്നില്ല. അതെന്താ? നിയമം എല്ലാവർക്കും ഇല്ലേ? അവരും ഒന്ന് ചോദിക്കണം. ദാറ്റ്സ് എക്സാക്ട്ലി ദ പൊസിഷൻ ഇൻ സ്പിരിച്വൽ റെലം. കർത്താവ് ക്രൂശന്മേലെല്ലാം എടുത്തു, പക്ഷെ നിനക്ക് നിൻ്റെ ഭവനത്തിന് ആവശ്യമുണ്ടെങ്കിൽ യു ഹാവ് ടു കം ആൻഡ് ടേക്ക് ഇറ്റ്. അവനവൻ്റെ മന്ന അവനവൻ പറക്കിയെടുക്കണമെന്നേ. ഇത് വല്ലൊരു അപ്പുറത്തെ വീട്ടുകാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുശമ്പെടുത്തിട്ട് യാതൊരു കാര്യം. ഇത് എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടിയെങ്കിൽ സന്തോഷിച്ചിട്ട് അവരേത് വഴിയാണ് പോയത് അതുപോലെ നമുക്കും ദൈവത്തെ ആശ്രയിച്ച് വാങ്ങിച്ചെടുക്കാമെന്നുള്ള ഒരു സന്തോഷം അതിൽ വരണം. അത് നല്ലതാണ്. അതിൽ കൂടുതൽ പോയാൽ സ്പിരിച്വൽ ജലസി വരും. അപ്പം ഈ പെരിസ്യ സ്പിരിറ്റ് എന്ന് പറയുന്നത് വേലിയില്ലാത്ത ജീവിതം. വേലിയുള്ള ജീവിതമാണെങ്കിൽ പ്രശ്നം വരത്തില്ലല്ലോ. ആത്മസംയമനമില്ല. അതായത് ചില കാര്യം ദൈവം പറയും വേണ്ട, എന്നാലും പോകും, ഞാൻ ഇപ്പോൾ ചെയ്തു കാണിക്കാം. പോകരുതേ മോനെ പോകരുതേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്. ഒരമ്മ തൻ്റെ മകന് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയാണ്. അമ്മമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ കാര്യം. ഈ അമ്മ എന്ത് പറഞ്ഞാലും ഈ മകൻ തിരിച്ചു വരില്ല. ലാസ്റ്റിൽ അമ്മയ്ക്ക് നിവൃത്തിയില്ല. ഈ മകൻ വലിയവനായി, പക്ഷേ അമ്മ ഇവനെ ഓർക്കുന്നില്ല. അമ്മയ്ക്ക് കാലമായി മരിക്കാൻ പോകുകയെന്ന് അവർ എഴുതിയിട്ട് അവൻ അനങ്ങിയില്ല. അവസാനം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് സുബോധം വരും. എപ്പോഴും മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സുബോധം വരും. അവൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിച്ച് തിരിച്ചു ചെന്നപ്പോൾ അമ്മ അവിടെ ഇല്ല. അവിടെ നിന്ന് മാറി. പിന്നെ അമ്മയുടെ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ പ്രൊസസ് ചെയ്ത് വെച്ചിരുന്നെടുത്തു എന്ന് അവൻ തപ്പിയെടുത്തപ്പം അതിനകത്ത് അമ്മ ഒരു എഴുത്തെഴുതി വെച്ചിരിക്കുകയാണ്. മകനുള്ളത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അമ്മ എഴുതിയിരിക്കുന്ന, ദൈവമേ എൻ്റെ സമയം കഴിയാറായി, ഇത്ര നാളും ജീവിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ പോകുന്ന വഴിയൊന്നും ശരിയല്ല, ഇനിയും വലിയ ആപത്ത് വരികയാണെങ്കിൽ നീ അത് ഏറ്റെടുത്തോണമേ എന്ന് പ്രാർത്ഥിച്ചു. കറക്റ്റ്. അപ്പം ഈ മകൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു തിരിച്ചു പോവും, അധികാരമായിട്ട് പറഞ്ഞു.
അപ്പോൾ അവൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ അവൻ കേട്ടത്. അമ്മ മരിച്ചെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ ശബ്ദം. പക്ഷെ അമ്മയുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ അവന് ഭയമായി. ഇതെങ്ങനെ? അതുകൊണ്ട് അവൻ തിരിച്ചുപോയി. അങ്ങനെയാണ് ഇവൻ അമ്മയെ വന്ന് തിരിച്ചു കഴിയുമ്പോൾ ആ അമ്മയെ ഏൽപ്പിച്ചതാരെയാ? ദൈവത്തെ. ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നതൊന്നും കാലത്തിനോ സമയത്തിനോ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആത്മാവിൻ്റെ ശക്തി വലുത് തന്നെയാണ്. അപ്പോൾ ഈ ജീവിതം നേർവഴിക്ക് കൊണ്ടുവരണം, മറ്റുള്ളവരുടെ ചതിയിൽ വീഴാതിരിക്കണം, ദുഷ്ടൻ്റെ നിന്ദാപാത്രമാകാതിരിക്കണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ? അത് ദൈവം നമുക്ക് തരികയാണ്. ഈ സഭാപ്രസംഗിയിൽ 10:8 തൊട്ട് 10 വരെയുള്ള വാക്യമാണ് സൂര്യന് കീഴെയുള്ള തിന്മ. ഇതൊക്കെ ഇവിടെ തന്നെയുള്ള കാര്യമാണ്, സ്വർഗത്തിലോ നരകത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഭൂമിയിൽ ഇവിടെ നടക്കുന്നത്. മൂഢൻ ശ്രേഷ്ഠ പദവിയിലെത്തുന്നു. എങ്ങനെയാണ് അവനെത്തുന്നത്? മൂഢനായവൻ ശ്രേഷ്ഠ പദവിയിൽ ഇരിക്കുകയാണ്, ധനവാൻ താണ നിലയിലിരിക്കുന്നു. ഇപ്പോൾ അതല്ലേ, പണ്ട് കാലത്ത് പണമുള്ളവൻ ഇപ്പോൾ പണമുള്ളവനെ മറ്റുള്ളവർ ഭരിക്കുക. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നു. കുതിരപ്പുറത്ത് യജമാനാണ് നടക്കേണ്ടത്, ഇപ്പം ദാസനാണ് കയറിയിരിക്കുന്നത്. പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നു. ഈ കുതിരപ്പുറത്തിരിക്കേണ്ട പ്രഭു ഇപ്പോൾ കാൽനടയാണ് നടക്കുന്നത്. താഴെ നടക്കുന്നവൻ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നു. ഇതല്ലേ ഇപ്പോഴും നടക്കുന്നത്? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് ചെയ്തിരിക്കുന്നു. ഇത് തന്നെ ഇപ്പോഴും. അത് മനുഷ്യകുലത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പം തൊട്ട് ഇത് തന്നെ കാര്യം. പക്ഷെ ഇതിൽ നിന്ന് വിടുതൽ വരണമെങ്കിൽ അറിവ് വരണം. എൻ്റെ ജനത അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു. ഈ ഒരു പോയിന്റുകൾ ഇത്രയൊക്കെ പറയാൻ നേരത്ത് ഒരു തരത്തിൽ പറയിപ്പിക്കുന്നില്ല ദുഷ്ടാത്മാവ്. പക്ഷേ ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവെന്ന് ധൈര്യമായിട്ട് പറയുന്നുകൊണ്ടാണ് പറയുന്നത്. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, കല്ല് വെട്ടുന്നവനെ അതുകൊണ്ട് ദണ്ഡം തട്ടും, വിറക് കീറുന്നവനെ അതിനാൽ ആപത്ത് വരും. നീ ഒരു കുഴി കുഴിച്ചോ, അതിൽ തന്നെ വീഴ്ത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ശത്രുവിനെതിരായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഞാൻ ഇന്ന് നിന്നെ ഡെലിവറി ചെയ്യുന്ന ദിവസമാണ്. ഈ പരിശുദ്ധാത്മാവിൽ നീ ഒരുങ്ങുന്നതിന് എത്ര വലിയ ആയുധങ്ങളും തന്ത്രങ്ങളും പിശാച് വെച്ചാലും ദുഷ്ടന് നിൻ്റെ മേലെ നിയന്ത്രിക്കാൻ ഇനി മുതൽ അധികാരം അവകാശം കൊടുക്കയില്ല. ഏതൊരായുധവും മൂർച്ചയില്ലെങ്കിൽ അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അതിനു വേണ്ടി അധിക ശക്തി ഉപയോഗിക്കണം. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗപ്പെടും. അപ്പം ജ്ഞാനമുണ്ടെങ്കിലേ എങ്ങനെ ഉപയോഗിക്കണം? ജ്ഞാനം എവിടെ നിന്ന് കിട്ടണം? സ്വർഗത്തിൽ നിന്നുള്ള വിസ്ഡം ഹാസ് ടു കം ഫ്രം എബവ്. ഈ പഠിക്കുന്നതൊക്കെ നോളജാണ്, അറിവ് കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കും. പക്ഷെ മേളിൽ നിന്നൊരു ജ്ഞാനമില്ലെങ്കിൽ പലപ്പോഴുമുണ്ട്. നമ്മൾ ഈ പ്ലെയിനിൻ്റെ തന്നെ എത്രയോ പഠിത്തമുള്ളവരാണ് പ്ലെയിൻ ഓടിച്ചതില്ലേ? അഹമ്മദാബാദിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് പോകുന്ന എയർ ഇന്ത്യ എത്രയോ കഴിവുള്ളവരാണ് ഓടിച്ചത്. ആപത്ത് വന്നു. ജ്ഞാനം, സ്വർഗത്തിലെ ജ്ഞാനം ഉണ്ടെങ്കിലേ ഈ വണ്ടി ഓടിക്കണ്ടെന്ന് പ്രാവശ്യം ദൈവം പറഞ്ഞു കാണണം, നമുക്കറിഞ്ഞുകൂടാ. അല്ലാതെ പറഞ്ഞ ആര് കേൾക്കുന്നു? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവമക്കളെ സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തൻ തന്നെ. സദൃശവാക്യം 14:4-5 കാളകളില്ലാത്തടത്ത് തൊഴുത്ത് വെടുപ്പുള്ളത്. കാളയുടെ ശക്തിയുണ്ടോ അതിന് ആദായമുണ്ട്. കാളയില്ലെങ്കിൽ തൊഴുത്ത് നല്ല വെടുപ്പുള്ള. പക്ഷെ കാളയുണ്ടെങ്കിലേ വരുമാനം വരത്തുള്ളൂ. സദൃശ്യവാക്യം 25:28 ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ. മതിലില്ലാതെ ഒരു പട്ടണം കിടന്നാൽ അതുപോലെ തന്നെയാണ് നിയന്ത്രിക്കാൻ അറിയാൻ വയ്യാത്ത പുരുഷനോ സ്ത്രീയോ ആരെങ്കിലും ആയിക്കോട്ടെ. നമുക്കെല്ലാം വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഉണ്ട്. അത് നിയന്ത്രിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ദൈവം. എങ്ങനെ ജോഷുവായ്ക്കും കാലേബിന് ജ്ഞാനം കിട്ടിയത്? ദൈവം ഇട്ട് കൊടുത്തു. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ എപ്പോഴും എല്ലാവർക്കും സമീപസ്ഥ. എന്നെ വിളിച്ചപേക്ഷിക്കാം, എന്നോട് അടുത്തു വരിക, ഞാൻ നിൻ്റെ കൂടെ വരും. റെസിസ്റ്റ് ദ ഡെവിൾ. അവിടെ തന്നെ പറയുന്നത് യാക്കോബി നമ്മൾ നേരത്തെ വായിച്ചാണ്. ഈ റെസിസ്റ്റ് ദ പിശാചിനെ അടിച്ചിറക്കണം. അവന് ഒരു ഇഞ്ച് സ്ഥലം അകത്ത് കൊടുക്കരുത്. അത് ധൈര്യമായിട്ട് പറയാനുള്ള ശക്തി തന്നെ. അപ്പോൾ ഈ നമ്മളോട് പറയുന്ന ഈ പെരിസ്യ സ്പിരിറ്റ് എല്ലാ ശക്തികളിലും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ മേലും ഒക്കെ നമ്മുടെ മേൽ നിൽക്കുന്നുണ്ട്. ആ ദുഷ്ടശക്തി അഴിച്ചു മാറ്റാൻ കർത്താവ് നമ്മളോട് ഇന്ന് പറയുകയാണ്. എങ്ങനെയാണ് അഴിച്ചു മാറ്റുന്നത്? കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് വചനം ജീവനുള്ള ആയുധമാണ്. അതിന് ഇരുവാഴ്ത്തുള്ള വാള്. അത് നമ്മൾ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോട് യാഗവസ്തുവിനെ കൊണ്ട് കെട്ടുകയാണ്. നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോകുന്നെങ്കിൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ കൊണ്ട് കെട്ടിയോ. കർത്താവ്, ഞാൻ ഈ ഭൂമിയെ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, അവരെ കൊണ്ട് നിന്നെ മുമ്പിൽ കൊണ്ട് വെച്ച് തരുന്നു, എന്താന്ന് വെച്ചാൽ നീ ചെയ്യ എന്ന് പറയുമ്പോൾ ദൈവം ഏറ്റെടുക്കും. വിഷയം സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ്, അത് നിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു.
കടബാധ്യതകൾ നമ്മളാൽ വിചാരിച്ചാൽ ഈ കടബാധ്യത എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് കർത്താവിൻ്റെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക. ദിനംപ്രതി അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ചില വചനം പറയും അന്നേരം അത് വെച്ച് വീണ്ടും വീണ്ടും അതിന്മേൽ. ഈ ഫെയ്ത്താണ് നമ്മുടെ ആത്മീയ ഗോളത്തിലെ കറൻസി. ആത്മീയ ഗോളത്തിൽ എത്ര കറൻസി ഉണ്ടെന്ന് അവനവനെ അറിയത്തുള്ളൂ. വചനം നമ്മുടെ ആവനാഴിയിൽ ഇരിക്കുന്നെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമില്ല എങ്കിൽ ശരിയായ വചനം എടുത്ത് ഉപയോഗിക്കാനോ അത് പ്രാപിച്ചെടുക്കാനോ സാധിക്കുന്നില്ല. ഇത് സാധിക്കും. അതുകൊണ്ടാണല്ലോ വചനം അയപ്പിക്കുന്നത്. ആർക്കൊക്കെയോ കുടുംബങ്ങളിൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ ദൈവം ഒരു വിടുതൽ തരികയാണ്. വേറെ ഒരു സത്യം ഞാൻ പഠിച്ചിരിക്കുന്നത്, വർഷങ്ങളിൽ ഒരിക്കലും നമ്മൾ പേഴ്സ് എംപ്റ്റി ചെയ്യും. എൻ്റെ കയ്യിൽ എൻ്റെ ഹസ്ബൻഡ് തരുന്ന പൈസ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ ഞാനത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ആകുമ്പോൾ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇനി ഇതിനകത്തുള്ളതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ മാറ്റി വെച്ചു. കുറച്ച് കാണത്തുള്ളെങ്കിലും ചിലപ്പം കൂടുതൽ കാണും. എടുത്ത് മാറ്റി എല്ലാം എംപ്റ്റി ചെയ്തിട്ട് വീണ്ടും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്യാറുണ്ട്. ദാറ്റ് ഹാസ് എ ഗ്രേറ്റ് ഇഫക്റ്റ്. ദൈവമേ ഇന്ന് മുതൽ, അതായത് എൻ്റെ അമ്മ ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നത്. ചെറിയ എമൗണ്ട് അമ്മ ഒരിക്കലും പള്ളിക്ക് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ ഈ കൈവച്ചത് പ്രാർത്ഥിച്ച് അത് വർദ്ധിപ്പിച്ചിട്ട് നല്ല എമൗണ്ട് ആക്കി കൊണ്ട് കൊടുക്കും. I have seen all these things happening. ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, പ്രവർത്തിക്കുന്ന വചനമാണ്. ആ വചനം നമ്മളെ ബലപ്പെടുത്തിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ആത്മീയ ഗോളത്തിൽ ഫൈനാൻഷ്യലായിട്ട് ഞെരുങ്ങുന്ന ദൈവത്തിൻ്റെ ആത്മാക്കളോട് പറയുകയാണ്, അല്പ പൈസ എടുത്ത് നിങ്ങൾ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ കാൽപ്പാത്തി വെച്ച് കൊടുത്തിട്ട്, കർത്താവേ ഇതെനിക്കുള്ളതാണ്, ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നീ ഇതിനെ വർദ്ധിപ്പിച്ച് തന്ന് എൻ്റെ കടബാധ്യത മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ കർത്താവ് ഫൈനാൻഷ്യൽ മാറ്ററിൽ ഫെരിസ്റ്റ് സ്പിരിറ്റിനെ അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ബുദ്ധിയും ഞാനും ഇട്ട് തന്ന് കർത്താവ് മറ്റുള്ളവരുടെ ചതിവിൽപ്പെടാതെ നമ്മളെ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നു. നാഥ, നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എത്ര പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ ആത്മാവിൻ്റെ പരിജ്ഞാനം ഇട്ട് തരണം. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഇട്ട് തരട്ടെ. കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വന്നേ ഒക്കത്തുള്ളൂ. വിശുദ്ധിയെ കൊണ്ട് നിറയ്ക്കണം. തലമുറകളുടെ മേൽ ഈ ആത്മാവ് പകരണം. ദൈവത്തിൻ്റെ ജ്ഞാനം പരിജ്ഞാനം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ജ്ഞാനമുള്ളവരെ കൊണ്ട് ദൈവത്തിനെ ആകർഷിപ്പിക്കാൻ നിനക്ക് കഴിയും. ഇതൊക്കെ നിനക്ക് കഴിയും അപ്പച്ച. ദൈവത്തിൻ്റെ ആത്മാവിൽ എറാൾഡായിട്ട് വെച്ച് ഒട്ടിച്ചു വെക്കുന്ന പോലെ മക്കളെയും മരുമക്കളെയും ഭർത്താവിനെയും എല്ലാം നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുക. അവരവിടെ നിന്ന് പഠിച്ചെടുക്കട്ടെ അപ്പച്ച. നിൻ്റെ ആലയത്തിൽ ഗുരുകുലവാസം പോലെ നിൻ്റെ ആലയത്തിൽ വന്നവർ പഠിക്കട്ടെ. കുരികളും മീവൽ പക്ഷിക്കും അവരുടെ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുവെക്കണം? നിൻ്റെ യാഗപീഠത്തിൽ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക. ഞങ്ങളുടെ ആവശ്യങ്ങളെ കൊണ്ടുവെക്കുന്നു. എന്നാ ആവശ്യമാണെന്ന് നീ ചെയ്തു തരും. വേറെ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുക അപ്പച്ച. അങ്ങനെ അത് ചെയ്തു തരുന്നിടം വരെ നിൻ്റെ മുമ്പിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വചനത്തിൻ്റെ ആത്മാവിൽ ജയം തന്ന് ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.